Hi everyone, welcome back to our channel. Are you guys going through a journey to become a data science professional or a machine learning engineer? Today I am going to discuss about 4 common mistakes that you might do in the beginning of your career. ഇത് ഞാൻ മുന്നേ വരുത്തിയിട്ടുള്ള തെറ്റുകളും മറ്റുള്ളവർ വരുത്തിയിട്ടുള്ള തെറ്റുകളിൽ നിന്നെല്ലാം പഠിച്ചിട്ടാണ് ഇൻഫർമേഷൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. സോ ഈ തെറ്റുകൾ എത്രത്തോളം കോസ്റ്റ്ലി ആണെന്നുള്ളത് എനിക്കറിയാം. സോ ഇതിനുള്ള സൊല്യൂഷനും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. മിസ്റ്റേക്ക് നമ്പർ 1, നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം കറക്റ്റ്ലി. അതായത് നിങ്ങളൊരു പ്രോബ്ലം കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ആവാതെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് ആദ്യത്തെ മിസ്റ്റേക്ക്. നിങ്ങളുടെ കയ്യിലൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ കണ്ടൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റിനെ നമ്മൾ ആദ്യം അനലൈസ് ചെയ്യണം, അതിൻ്റെ കമ്പോണൻസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അഥവാ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് നമ്മൾ മനസ്സിലാക്കണം. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ആവശ്യമാണ്. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള റിലവൻറ്റ് ഇൻഫർമേഷൻസ് നമ്മൾ ശേഖരിക്കണം. സോ ഈ ഇൻഫർമേഷൻസ് നമുക്ക് എങ്ങനെ ലഭിക്കുന്നതെന്ന് വെച്ചാൽ അതാത് ഫീൽഡുകളിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള നമ്മുടെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ഇത് നമുക്ക് സാധ്യമാവുന്നത്. സോ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതായത് ഈ ചോദ്യങ്ങൾ വ്യക്തമായി ചോദിക്കുക, അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അവരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് നമ്മൾ എടുക്കുക. സോ ഇത്തരത്തിലുള്ള എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വഴി റിലവൻറ്റ് ഇൻഫർമേഷൻ ശേഖരിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രോബ്ലത്തെ കറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്തും അണ്ടർസ്റ്റാൻഡ് ചെയ്തും നമ്മുടെ സൊല്യൂഷനിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇത്തരത്തിൽ നമ്മളൊരു പ്രോബ്ലത്തെ പഠിച്ചില്ല എങ്കിൽ ദിസ് വിൽ ബി ലീഡ് ടു മിസ്ഗൈഡഡ് സൊല്യൂഷൻ. സോ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം കറക്റ്റ്ലി വി നീഡ് എ റിലവൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് കറക്റ്റ് കോംപ്രഹെൻഷൻ. മിസ്റ്റേക്ക് നമ്പർ 2, ഓവർഫിറ്റിംഗ് ദ ഡാറ്റ. ഓവർഫിറ്റിംഗ് ദ ഡാറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാനൊരു ഉദാഹരണം പോലെ പറയാം. അതായത് നമ്മൾ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു പുസ്തകം പഠിക്കാൻ കൊടുക്കുകയാണ്. സോ ആ കുട്ടി ആ പുസ്തകത്തെ ശരിയായി പഠിക്കാതെ അത് അങ്ങനെ തന്നെ കാണാപ്പാഠം പഠിക്കാമെന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ ആ കുട്ടിക്ക് വേറൊരു പുസ്തകം, പുതിയ വാക്കുകളുള്ള വേറൊരു പുസ്തകം കൊടുക്കുകയാണ്. സോ ആ കുട്ടിയെ പുസ്തകം വായിക്കുന്ന സമയത്തേക്ക് ആ കുട്ടിക്ക് പുതിയ വാക്കുകൾ മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. സോ ഇതിനെയാണ് ഓവർഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെഷീൻ ലേണിംഗ് മോഡലിലേക്ക് വരാം. അതായത് നമ്മുടെ മെഷീൻ ലേണിംഗ് ആൽഗോരിതത്തിനെ കൊണ്ടിട്ട് നമ്മളൊരു ഡാറ്റ പഠിപ്പിക്കുകയാണ്. സോ ആൽഗോരിതം ആ ഡാറ്റനെ നന്നായി പഠിക്കും. ദെൻ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ പിന്നെ ആ ഒരു മെഷീൻ ലേണിംഗ് ആൽഗോരിതത്തിലേക്ക് പുതിയൊരു ഡാറ്റ കൊടുക്കുന്ന സമയത്ത് ആ ആൽഗോരിതം അല്ലെങ്കിൽ ആ മോഡലിന് ആ ഡാറ്റേനെ മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ശരിക്കും പ്രിഡിക്ഷൻ അത് നടത്തത്തില്ല. സോ ഇതിനെയാണ് ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഓവർ ഫിറ്റിംഗ് പ്രോബ്ലംസ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വാലിഡേഷൻ സെറ്റുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് റെഗുലറൈസേഷൻ ടെക്നിക്കുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഒരുപാട് ഡാറ്റ നമുക്ക് കളക്ട് ചെയ്തിട്ട് ഇതിനെ സോൾവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓവർ ഫിറ്റിംഗ് വരാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇംബാലൻസ്ഡ് ഡാറ്റ ആയിരിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഹാർട്ട് ഡിസീസ് പ്രെഡിക്ഷൻ്റെ ഒരു ഡാറ്റ സെറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഹാർട്ട് ഡിസീസ് പ്രെഡിക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. സോ ആ ഡാറ്റ സെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലൊരു പർട്ടിക്കുലർ ടാർഗറ്റ് കോളം ഉണ്ട്. ആ ടാർഗറ്റ് കോളത്തിൽ ഒരാൾക്ക് ഹാർട്ട് ഡിസീസസ് വരില്ല അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് വരും എന്നുള്ള ഇൻഫർമേഷനാണ് തന്നിട്ടുള്ളത്. സോ നമ്മുടെ കയ്യിലൊരു 1000 അതുപോലത്തെ റോസ് ഉണ്ടെന്ന് വിചാരിക്കുക. അത്രയും ഒരു ഡാറ്റ ടേബിളിൻ്റെ ഒരു റോസ് ഉണ്ട്. സോ അതിൽ വന്നിട്ട് ഒരു 800 റോസും നമ്മളോട് പറയുന്നത് ആ ഒരു പേഷ്യൻറ്റിന് വരില്ല എന്നുള്ളൊരു അർത്ഥത്തിലുള്ള ഒരു ഡാറ്റയാണ് നമുക്ക് തരുന്നത്. സോ ബാക്കി ഒരു 200 എണ്ണം മാത്രമായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഒരു പേഷ്യൻറ്റിന് ഒരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഹാർട്ട് ഡിസീസ് പ്രെഡിക്റ്റ് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസസ് വരും എന്നുള്ളൊരു ഇൻഫർമേഷൻ തരുന്നത്. സോ ഈ സമയത്ത് എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ നമ്മുടെ മോഡൽ ആ 800 ഡാറ്റേനെ മാത്രമാണ് പഠിക്കുക, 200 ഡാറ്റേനെ പഠിക്കത്തില്ല മര്യാദയ്ക്ക്. സോ നെക്സ്റ്റ് നമ്മൾ ആ മോഡലിലേക്ക് നമ്മൾ പുതിയൊരു ഇൻഫർമേഷൻ, ഒരു ഹാർട്ട് ഡിസീസ് വരാൻ സാധ്യതയുള്ള ഒരാളുടെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്തേക്ക് അത് നമുക്ക് അയാൾക്ക് ഹാർട്ട് ഡിസീസസ് വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റിസൾട്ട് അത് പ്രെഡിക്റ്റ് ചെയ്ത് തരും. സോ ഇതിനെയാണ് നമ്മൾ ഇംബാലൻസ് ഡാറ്റ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഡാറ്റകൾ വരുന്ന സമയത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൽഗോരിതംസ്, ഇപ്പം റാൻഡം ഫോറസ്റ്റ് പോലെയുള്ള ആൽഗോരിതംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇംബാലൻസ് ഡാറ്റേനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ സമയത്തൊന്നും നമുക്ക് ഓവർ ഫിറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. മിസ്റ്റേക്ക് നമ്പർ 3, നോട്ട് ക്ലീനിങ് ആൻഡ് പ്രിപ്പയറിംഗ് ദ ഡാറ്റ കറക്റ്റ്ലി. സോ നമ്മൾ ശരിയായി ക്ലീൻ ചെയ്യാതെയും പ്രിപ്പയർ ചെയ്യാതെയും ഒരു ഡാറ്റ ഒരു മെഷീൻ ലേണിംഗ് മോഡലിന് കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു മോഡൽ കറക്റ്റായിട്ട് നമുക്കൊരു പ്രിഡിക്ഷൻ തരത്തില്ല. അതുപോലെ തന്നെ അത് ബയസ്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു ഫ്ലൈറ്റ് ക്യാൻസലേഷൻ പ്രഡിക്ഷൻ ഡാറ്റ സെറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് അമേരിക്കയിലുള്ള കുറേ ഫ്ലൈറ്റുകളുടെ ഇൻഫർമേഷൻ, അത് എടുക്കുന്ന സ്ഥലം, അത് പോകുന്ന ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, അതുപോലത്തെ ഇൻഫർമേഷനുള്ള ഒരു ഡാറ്റ. സോ അതിൽ എന്താ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു വേയിൽ പോകുന്ന സമയത്തേക്ക് ആ ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്നുള്ള ഇൻഫർമേഷനാണ് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. സോ ഈ സമയത്തേക്ക് ഞാൻ പറഞ്ഞ അതിൽ കുറേ കോളംസ് ഉണ്ട്. ലൈക്ക് ഒരു 40 കോളംസ് ഉണ്ട്, മില്യൺസ് ഓഫ് റോസും അതിൽ നമുക്ക് തന്നിട്ടുണ്ട്.
വരുന്നുണ്ട്. സോ ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ലാറ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, ലോഞ്ചിറ്റ്യൂഡ് വരുന്നുണ്ട്, വെതർ കണ്ടീഷൻസ് വരുന്നുണ്ട്, അങ്ങനെ കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്, ഇൻക്ലൂഡിങ് ആ ഫ്ലൈറ്റിൻ്റെ നമ്പർ, അതുപോലെ തന്നെ അതിൻ്റെ പേര്, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. സോ നമ്മൾ ഈ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തേക്ക് ഈ ഒരു ഡാറ്റ സെറ്റിലെ എല്ലാ കോളംസും കൂടി കൊടുക്കാമെന്ന് വിചാരിക്കുക, ഇൻക്ലൂഡിങ് അതിൻ്റെ നമ്പറും കാര്യങ്ങളും എല്ലാം കൂടി കൊടുക്കുന്ന സമയത്തേക്ക് എന്താ ഉണ്ടാവുക വെച്ചാൽ നമ്മുടെ മെഷീൻ ലേണിംഗ് മോഡൽ ഇതിലത്തെ നമ്പേഴ്സിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ മാത്രം എടുത്തിട്ട് തെറ്റായ രീതിയിൽ ഒരു പ്രെഡിക്ഷൻ മോഡൽ അത് ക്രിയേറ്റ് ചെയ്യും. നമുക്ക് ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സ് നമ്മൾ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫീച്ചേഴ്സിനും കൂടി അത് പഠിച്ചിട്ട് അത് നമുക്ക് തെറ്റായ രീതിയിൽ ഒരു പ്രഡിക്ഷനാണ് തരുന്നത്. സോ ഇവിടെയാണ് ഡാറ്റ ക്ലീനിങ്ങിൻ്റെയും അതിനെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെയും റെലവൻറ്റ് വരുന്നത്. സോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഫ്ലൈറ്റ് ക്യാൻസലേഷന് എഫക്റ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് മാത്രം നമ്മൾ സെലക്ട് ചെയ്യണം. ലൈക്ക് ഇപ്പം ബാഡ് വെതർ കണ്ടീഷൻ വരികയാണെങ്കിൽ അത് ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇപ്പം രാത്രിയൊക്കെ എടുക്കുന്ന ഫ്ലൈറ്റുകളാണെങ്കിൽ കൂടുതൽ ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ചില ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡിൽ പോകുന്ന ഫ്ലൈറ്റുകൾ കൂടുതൽ ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. സോ അത്തരത്തിൽ നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു മെഷീൻ ലേണിംഗ് മോഡലിലേക്ക് നമ്മൾ കൊടുക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ ആവശ്യമില്ലാത്ത ഇൻഫർമേഷനും കൂടി കൊടുക്കുമ്പം അത് നമ്മുടെ മോഡൽ അല്ലെങ്കിൽ ആൽഗോരിതം എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആണ്. ആ ഇക്വേഷൻസിലേക്ക് നമ്പേഴ്സ് പോകുന്ന സമയത്ത് അത് നമുക്ക് തെറ്റായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആയിരിക്കും അവിടെ നടത്തുന്നുണ്ടാവുക. സോ ഇതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ബാക്ക്വേർഡ് എലിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലവൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം സെലക്ട് ചെയ്യും. അതായത് റിലവൻ്റ് ആയിട്ടുള്ള കോളംസ് മാത്രം നമ്മുടെ ഡാറ്റ സെറ്റിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഫീച്ചേഴ്സിനെ അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ബാക്ക്വേർഡ് എലിമിനേഷൻ എന്ന് പറഞ്ഞ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നൾ വാല്യൂസ് ഒക്കെ ഒഴിവാക്കി വിടാം. സോ ഇത് നമ്മൾ പാൻഡാസ് നമ്പൈ പോലുള്ള ലൈബ്രറീസ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഈ നൾ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ നള്ളായിട്ടുള്ള അല്ലെങ്കിൽ വോയിഡായിട്ടുള്ള വാല്യൂസിന് നമ്മുടെ മെഷീൻ ലേണിംഗ് ആൽഗോരിതംസിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി വിടണമെന്ന് പറയുന്നത്. പിന്നൊരു കാര്യം എൻകോഡിംഗ് ആണ്. അതായത് മെഷീൻ ലേണിംഗ് മോഡൽസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു മെഷീന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് നമ്മുടെ ഇൻഫർമേഷനെ മാറ്റിയിട്ട് കടത്തിവിടാം. ഇതിനാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മൾ ഒരു ടെക്സ്റ്റ് ഡാറ്റയാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ കാറ്റഗറി ആക്കിയിട്ട് തിരിക്കുക, അല്ലെങ്കിൽ പിന്നെ അതിനെ നമ്പേഴ്സ് ആക്കിയിട്ട് തിരിക്കുക, എന്നിട്ട് അതിലേക്ക് മെഷീൻ ലേണിംഗ് മോഡലിലേക്ക് കൊടുക്കുക. എങ്കിൽ മാത്രമാണ് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു ഈ ആൽഗോരിതം എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ആണ്. സോ ഇക്വേഷനിലേക്ക് നമ്മൾ നമ്പേഴ്സ് അല്ലേ കൊടുക്കുള്ളൂ, നമ്മൾ ടെക്സ്റ്റ് ഡാറ്റ ആയിട്ടൊന്നും കൊടുക്കത്തില്ലല്ലോ. സോ നമ്മളങ്ങനെ മാറ്റിയിട്ട് കൊടുക്കുന്നതിനാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൽ തന്നെ നമുക്ക് സൈക്കിറ്റ് ലൈൻ ലൈബ്രറിയുടെ പ്രൊവൈഡ് ചെയ്യുന്ന വൺ കോഡ് എൻകോഡിംഗ്, ഫ്രീക്വൻസി എൻകോഡിംഗ്, ലേബൽ എൻകോഡിംഗ് ഒക്കെ ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. മിസ്റ്റേക്ക് നമ്പർ 4, നോട്ട് മോണിറ്ററിംഗ് ദ മോഡൽ. സോ നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തു, അതിനെ ഡിപ്ലോയ് ചെയ്തു, പിന്നീട് നമ്മൾ അതിനെ ചെന്ന് മോണിറ്റർ ചെയ്തില്ല എങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് പ്രഡിക്ഷൻസ് തരില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുത്ത ഈ ഫ്ലൈറ്റ് ക്യാൻസലേഷൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. സോ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഒരു ഡാറ്റേനെ നമ്മൾ പഠിപ്പിച്ചിട്ടാണ്, ഒരു സ്റ്റാറ്റിക് ഡാറ്റേനെ പഠിപ്പിച്ചിട്ടാണ് ഈ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അത്തരം ഫീച്ചേഴ്സ് കൊടുത്താൽ മാത്രമാണ് അത് നമുക്കത് പ്രഡിക്ഷൻ തരത്തുള്ളൂ. പക്ഷേ നമ്മളിപ്പം ഒന്നാലോചിക്കും, ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് നടക്കുകയാണ്, നമ്മുടെ വെതർ കണ്ടീഷൻസ് ഒക്കെ കറന്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാതും മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫ്ലൈറ്റ് ക്യാൻസൽ ആവാനുള്ള റീസൺസും അതുകൊണ്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഗ്ലോബൽ വാർമിംഗ് മാത്രമല്ല മറ്റ് പല കാരണങ്ങൾ കൊണ്ടും, ടെററിസ്റ്റ് അറ്റാക്ക് വരുന്നത് കൊണ്ടൊക്കെ നമുക്ക് ഫ്ലൈറ്റ് ക്യാൻസലേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. സോ കാരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കാരണങ്ങൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത്രയും ചേഞ്ചസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മോഡലിലേക്കും കൊടുത്തില്ലെങ്കിൽ നമുക്ക് ആ മോഡൽ കൊണ്ടൊരു യൂസ് ഉണ്ടാവത്തില്ല ഫ്യൂച്ചറിലേക്ക്. സോ നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് റെഗുലറായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുമാത്രമല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്ത മോഡലിൻ്റെ ഗോൾസും മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് ക്രിയേറ്റ് ചെയ്ത മോഡലാണെങ്കിൽ കൂടി പിന്നീട് അതിനെ വേറെ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ വീണ്ടും നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടാവും. ഇതിനൊക്കെ അതിനെ മോണിറ്റർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഇതിലേക്കുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മോഡലിലേക്ക് ഒരു സിമ്പിൾ മോണിറ്ററിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സോ അതിന് നമുക്ക് ആ മോണിറ്ററിംഗ് സിസ്റ്റത്തിൽ കൂടെ റെഗുലറായിട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അതുമാത്രമല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്ത മോഡലിനെ റെഗുലറായിട്ട് കൂടുതൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡാറ്റകൾ നൽകി പഠിപ്പിച്ച് അതിനെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകും വേണം. സോ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ തന്നെയും നമുക്ക് നമ്മുടെ മോഡലിനെ റിലവൻ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഡാറ്റ അനലിസ്റ്റുകളും മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സും അവരുടെ കരിയറിൻ്റെ ബിഗിനിങ്ങിൽ വരുത്താൻ സാധ്യതയുള്ള കുറച്ച് മിസ്റ്റേക്കുകളാണ് ഇവിടെ പറഞ്ഞത്. സോ ഈ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ നോക്കി നിങ്ങളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ സക്സസ്ഫുൾ ആയി പ്രവർത്തിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.